ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസദ സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ പദ്ധതി തുടരാൻ നിർബന്ധിതരായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിച്ച് LDF സർക്കാർ കത്തയച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തുടർ നടപടികൾ നിശ്ചയിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാഠ്യപദ്ധതിയിലും സ്കൂളുകളുടെ പട്ടിക തീരുമാനിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ഇടപെടരുതെന്ന് ആവശ്യപ്പെടും. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചു. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി വർഗീയ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചത് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കി. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? PM ശ്രീ പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാജ്യത്തെ BJP ഇതര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള മന്ത്രിസഭാ തീരുമാനം UDFന്റെ രാഷ്ട്രീയ മലക്കം മറിച്ചിലാണ്. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയവരാണ് ഭരണത്തിലേറിയപ്പോൾ സാങ്കേതികത്വം പറഞ്ഞ മലക്കം മറിഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്ന് ഇടതുമുന്നണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ UDFനെ തിരിഞ്ഞുകൊത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിപാടി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കേരളം ഏറെ ചർച്ച ചെയ്ത രാഷ്ട്രീയ വിവാദം കൂടിയാണ് PM ശ്രീ പദ്ധതി. മന്ത്രിസഭ അറിയാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടി ഇടതുമുന്നണിയിൽ പ്രശ്നമായപ്പോൾ CPM BJP ഡീലിന് തെളിവായാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF PM ശ്രീ പദ്ധതിയെ ഉയർത്തിക്കാട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കുന്തമനയായി ഉപയോഗിച്ച PM ശ്രീ പദ്ധതി അധികാരം ലഭിച്ചാൽ പിൻവലിക്കുമെന്നായിരുന്നു UDFന്റെ അന്നത്തെ പ്രഖ്യാപനം. മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. സംസ്ഥാന ഗവൺമെന്റ് ഒപ്പിട്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അത് ചെറിയ ഒരു വിഷയമല്ല. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി PM ശ്രീ പദ്ധതി തുടരാൻ UDF സർക്കാർ തീരുമാനിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ മലക്കം മറിച്ചിലാകുന്നു. ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. നിലവിൽ ഒപ്പിട്ട സ്ഥിതിയാണ്, ഫണ്ട് വാങ്ങിയ സ്ഥിതിയുമാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. CPM BJP ഡീലിന്റെ പ്രധാന തെളിവായി ഉന്നയിച്ച വിഷയം ഇപ്പോൾ ബൂമറാങ്ങായി UDFനെ തിരിഞ്ഞുകൊത്തുകയാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രധാനമന്ത്രി കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി നടപ്പിലാക്കി. ഇത് RSSും CPM തമ്മിലൊരു ഡീലാണ്. അപ്പോൾ ഇപ്പൊ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം പൂർണ്ണ വിധേയത്വത്തോടുകൂടി നടപ്പിലാക്കുന്നു. ഇതാണ് യഥാർത്ഥ ഡീൽ എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതിൽ ഇപ്പോൾ തന്നെ സംശയം ഉയർന്നിട്ടുണ്ട്. VD സതീശൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യ പഠിക്കുന്നത് കേരളവും പഠിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യ പഠിപ്പിക്കുന്നത് കേരളവും പഠിപ്പിക്കും. ഇത് കേരളമാണ്, ഞങ്ങളിത് നടപ്പാക്കില്ല എന്ന് പറയാനുള്ള അവകാശം ഇതുവഴി ശ്രീ VD സതീശന് ലഭിക്കുന്നില്ല. ആളുകളെ കബളിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതെല്ലാം അതേപടി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് പറയാറുള്ളത്. എന്നാൽ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച PM ശ്രീയുടെ കാര്യത്തിൽ ഈ അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി VD സതീശന് കഴിയുമോ? 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ അപ്പോൾ നിലപാട് പറയാമെന്ന സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ താൻ സർക്കാരിന്റെ ഭാഗമല്ല എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു.
മുഖ്യമന്ത്രിയോട് ചോദിക്കാം, അധികാരത്തിലെത്തിയാൽ എന്താക്കും റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അവരതിനൊരു 3 അംഗ സമിതിയോ 4 അംഗ സമിതിയോ രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിക്കപ്പെട്ട ആ 3 അംഗ സമിതി 4 അംഗ സമിതി അവർ കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പ്രതികരിക്കാം. PM ശ്രീയുമായി UDF സർക്കാർ മുന്നോട്ട്. മുൻ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എൻകൗണ്ടർ രാത്രി 7 മണിക്ക് 24-ൽ. ഇഡിയുടെ ചോദ്യമുനയിൽ വീണ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിക്ക് മുന്നിൽ. കൊച്ചിയിലെ ഇഡി ഓഫീസിലെ ചോദ്യം ചെയ്യൽ 7 മണിക്കൂർ പിന്നിട്ടു. ഭർത്താവും MLA-യുമായ PI മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ടി എത്തിയത്. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, നിർണായകമായ ചോദ്യം ചെയ്യലാണ്, അതാകട്ടെ മണിക്കൂറുകൾ പിന്നിടുകയും ചെയ്തിട്ടുണ്ടല്ലേ? അശ്വത, ഏകദേശം 6ാമത്തെ മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അറസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് പോകില്ല. സ്വാഭാവികമായും ആദ്യത്തെ തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അത്തരം കടുത്ത നടപടിയിലേക്ക് ഇഡി പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ വീണ ടി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:35 വീണ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ആസ്ഥാനത്തേക്ക് എത്തിയത്. അതിൽ വിശദമായ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ CMRL നിന്ന് ലഭിച്ച തുക അത് എന്ത് ചെയ്തു എന്നുള്ളതുമാണ്. ഇതെല്ലാം എവിടെയെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്, ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്, ഈ 2 കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകുക. ഒപ്പം ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ വേറെ ബോർഡ്സ്, അതിൻ്റെ പശ്ചാത്തലം, മറ്റു വരുമാന സ്രോതസ്സുകൾ, CMRL-ന് പുറമെ അതിനുണ്ടായിരുന്ന വരുമാന സ്രോതസ്സുകൾ, ഈ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് എടുത്ത ലോണിൻ്റെ വിശദാംശങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിയുന്നത്. ഇതിൽ ഈ SFIO റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ടും ഒക്കെ എക്സാലോജിക് സൊല്യൂഷൻസിന് എതിരായിരുന്നു. ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് മറുപടിയായിരിക്കും വീണ ടി നൽകാൻ പോകുന്നത് ശ്രദ്ധേയമാണ്. ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതടക്കം ഈ മറുപടിയിൽ ഊന്നിയായിരിക്കും. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വീണ പുറത്തിറങ്ങി. എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം വരുന്നു. ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അറിയിപ്പ്. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി നിയന്ത്രണത്തിന് KSEB ഒരുങ്ങുന്നത്. പ്രതിരോധം പാളിയതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷം. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേരാണ്. ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലേറിയ ബാധിതരുടെ എണ്ണവും ഉയർന്നു തന്നെ. പാലക്കാട് വീണ്ടും ഡെങ്കിപ്പനി മരണം സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും DMO-മാരുടെയും യോഗത്തിൽ തീരുമാനമായി. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ഒരാഴ്ചയായി 12,000-ന് മുകളിലാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. മലപ്പുറത്താണ് പനി വ്യാപനം കൂടുതൽ. പ്രതിദിന ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലേറിയ ബാധിതരുടെ എണ്ണവും ഉയർന്നു തന്നെ. ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 8 പേർക്ക്, 52 പേർക്ക് ഡെങ്കിപ്പനി, 85 പേർക്ക് ചിക്കൻ പോക്സ്, 11 പേർക്ക് എലിപ്പനി, 5 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. കോഴിക്കോട് വളയത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഇന്ന് മലേറിയ സ്ഥിരീകരിച്ചു. 22 പേർക്ക് മഞ്ഞപ്പിത്തവും 2 പേർക്ക് ടൈഫോയിഡും ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞപ്പിത്ത മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് കരിമ്പുഴ സ്വദേശി ജിജോ മോഹൻ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പാലക്കാട് ജില്ലയിൽ 5 പേരാണ് ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും DMO-മാരുടെയും ഓൺലൈൻ യോഗം ആരോഗ്യമന്ത്രി K. മുരളീധരൻ വിളിച്ചു ചേർത്തു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച സ്കൂളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റു പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം.
സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പേപ്പാറ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഇരു ഡാമുകളുടെയും സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വീണ്ടും സ്വാഗതം. ന്യൂസ് ബ്രേക്സിലേക്ക്. മാനദണ്ഡങ്ങൾ മറികടന്ന ബോഡി ബിൽഡർ താരം ഷിനു ചൊവ്വയ്ക്ക് SI നിയമനം നൽകിയ LDF സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ ആഭ്യന്തര വകുപ്പ്. ഇന്ന് ആരംഭിക്കാനിരുന്ന പരിശീലനം നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. നിയമനത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മന്ത്രി ആവശ്യപ്പെട്ടു. ശരീര സൗന്ദര്യ മത്സര വിജയികളായ ഷിനു ചൊവ്വയ്ക്കും ചിത്തരേഷ് നടേശനും SI ആയി പിണറായി സർക്കാർ നിയമനം നൽകിയത് വിവാദമായിരുന്നു. ഇരുവരുടെയും പാർട്ടി ബന്ധം കണക്കിലെടുത്താണ് നിയമനമെന്നായിരുന്നു ആരോപണം. PSC വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിച്ച് ശാരീരക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നിയമനം നൽകിയത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം SI ആയി നിയമനം നൽകാനായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉത്തരവിറക്കിയത്. എന്നാൽ നിയമനം റദ്ദാക്കാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായി ഷിനു ചൊവ്വയുടെ SI പരിശീലനം നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം മറികടന്ന് നിയമനം നൽകിയതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ചേർന്ന CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടി എന്തിനെന്ന് ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചോദ്യമുന്നയിച്ചു. 6.5 മണിക്കൂർ നീണ്ടുനിന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ വിഷയം ചർച്ചയായത് അരമണിക്കൂർ മാത്രമാണ്. A. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയപ്പോൾ കടുത്ത നടപടി ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പത്മകുമാർ പുറത്തുപോകുമെന്ന സൂചനയും പുറത്തുവന്നു. എന്നാൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് പ്രവർത്തകർക്കിടയിൽ ഭിന്നതയ്ക്കിടയാക്കി. ഇപ്പോൾ നടപടിയെടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ ചോദിച്ചു. മുൻപുണ്ടായിരുന്ന സാഹചര്യം ഇപ്പോൾ മാറിയിട്ടില്ലല്ലോ എന്നും ചില അംഗങ്ങൾ ഉന്നയിച്ചു. SIT കുറ്റപത്രം സമർപ്പിച്ചിട്ട് നടപടി സ്വീകരിക്കാം എന്ന നിലപാട് ഇപ്പോൾ മാറ്റിയത് എന്തിനാണെന്ന് അംഗങ്ങൾ ചോദിച്ചു. 6.5 മണിക്കൂർ നീണ്ടുനിന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ വിഷയം ചർച്ചയായത് അരമണിക്കൂർ മാത്രം. അംഗങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. SIT കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പത്മകുമാറിനോട് വീണ്ടും വിശദീകരണം ചോദിക്കും. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം. 24 പത്തനംതിട്ട. MSC എൽസ അപകടത്തിൽ കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ 1 വർഷമായിട്ടും നീക്കാത്തതിനെ വിമർശിച്ച ഹൈക്കോടതി വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആധികാരിക പഠനം ഉണ്ടായില്ല. സ്വകാര്യ പഠനം മാത്രം പോരെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ കേസിൽ സ്വമേധ്യാ കക്ഷി ചേർത്തു. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഭാവി നീക്കങ്ങളും വ്യക്തമാക്കി. 23-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. സംഘപരിവാർ ചെയ്യുന്ന പണിയാണ് CPIM വടകരയിൽ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിമർശിച്ചു. അന്വേഷണത്തിൽ രാഷ്ട്രീയ താൽപര്യമെന്നാണ് DYFIയുടെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. വ്യക്തികൾക്ക് പുറമെ 200 ഗ്രൂപ്പുകളിലേക്ക് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി പങ്കുവച്ചത് DYFI നേതാവ് ജിതിൻ ഭാസ്കറാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയുണ്ടാകൂ. ജിതിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം. ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കലുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുൻപിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ചതായിരുന്നുവെന്നും ഇതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തുക അസാധ്യമാണെന്നുമുള്ള നിലയിൽ കഴിഞ്ഞ സർക്കാർ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് ഷാഫി പറമ്പിൽ MP. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിലെ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? അതേസമയം അന്വേഷണ സംഘം ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ CPIM പ്രതിരോധത്തിലായി. മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചന കൂടി കേസിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നത് CPIMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൊല്ലുമ്പോൾ കൊടിസുനിമാരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് വർഗീയത പറയുമ്പോൾ ഇവരെ പോലുള്ള ആളുകളെ DYFIയും CPIയും സംരക്ഷിക്കുന്നത്. ഒറ്റ ഉത്തരവേ അതിനുള്ളൂ, ഒറ്റ കാരണമേ അതിനുള്ളൂ. ഉണ്ടാക്കിയത് അവരാണ്, നിർദ്ദേശം അവരുടേതായിരുന്നു, നേതൃത്വം അറിഞ്ഞിട്ടാണ്.
അതേസമയം അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു CPIM-ന്റെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വ്യാജ നിർമ്മിതിയുടെയും ആവശ്യമില്ല. അതിന് ഞങ്ങൾ പിന്തുണക്കില്ല. ഒരു തർക്കവുമില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആരും നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. 24 കോഴിക്കോട്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ സ്വമേധ്യാ കേസെടുത്ത് ഹൈക്കോടതി. മുത്തശ്ശിയുടെ പരാതിയിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയായിരുന്നു നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം. ഇതിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്വമേധയാ കേസെടുത്തത്. സുപ്രധാന ചോദ്യങ്ങളും കോടതി ചോദിച്ചു. അർഷാദിന്റെ മുത്തശ്ശിയുടെ പരാതി അവഗണിച്ചതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. മുത്തശ്ശിയുടെ പരാതിയിൽ നടപടിയെടുക്കാത്തതെന്തെന്ന് വനിതാ ശിശുവികസന വകുപ്പിനോട് ഹൈക്കോടതി ചോദിച്ചു. കേസിൽ വനിതാ ശിശുവികസന വകുപ്പിനെ കക്ഷി ചേർത്തു. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഒരാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മാതാവും ആൺ സുഹൃത്തും ജയിലിലാണ്. 24 കൊച്ചി. പകർച്ചവ്യാധി ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. ഷിഗല്ല ബാധിച്ച് ഒരാളും ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും വയറിളക്ക രോഗം ബാധിച്ച് ഒരാളും മരിച്ചു. ഇന്ന് 12,191 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. 12 പേർക്കാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണല്ലോ വരുന്നത്. അസിത, അതീവ ജാഗ്രത വേണം പകർച്ചവ്യാധികൾ എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പറയുന്നത്. ഡ്രൈ ഡേ അടക്കം ആചരിക്കണം. ഡ്രൈ ഡേ കലണ്ടർ അടക്കം നിലവിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വരുന്ന കണക്കും അത് ആശങ്കപ്പെടുന്നത് തന്നെയാണ്. കാരണം ഇന്ന് പകർച്ചവ്യാധികളിൽ സംസ്ഥാനത്ത് 4 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. വയറിളക്ക രോഗം ബാധിച്ച ഒരാളും ഷിഗല്ല ബാധിച്ച ഒരാളും അതുപോലെ ഡെങ്കിപ്പനി ബാധിച്ച 2 പേരുമാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 12,191 പേർ പനി ബാധിച്ച് മാത്രം ചികിത്സ തേടിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിലെ മാത്രം കണക്കാണ്. സംസ്ഥാനത്ത് 12,191 പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടി എന്നതാണ്. ഒരാൾക്ക് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 12 പേർക്കാണ് ഷിഗല്ല ബാധിച്ചിരിക്കുന്നത്. ആ ഷിഗല്ല ബാധിച്ച 12 പേരിൽ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 100 കടന്നു. അതുപോലെ തന്നെ 105 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ ബാധിതന്റെ ആരോഗ്യസ്ഥിതിയും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ പകർച്ചവ്യാധികളുടെ കണക്ക് അത് കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണമടക്കം നടത്താനുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. പകർച്ചവ്യാധി ബാധിച്ച് ഇന്ന് 4 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ ജാഗ്രത വേണ്ടുന്ന സമയം കൂടിയാണ്. ന്യൂസ് ബ്രേക്സ് ഇതോടെ പൂർണ്ണമാകുകയാണ്. ഇനി പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി കാണാം. ബി ദിലീപ് കുമാർ ചേരും. നമസ്കാരം.